നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടനാടൻ താറാവ് കറിയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് 3 കിലോയുള്ള ഡക്ക് വാങ്ങി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം വെച്ചേക്കാം. നമുക്ക് മസാല തയ്യാറാക്കാം. ആ തയ്യാറാക്കുന്ന സമയം അത്രയും ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഞാൻ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കറാണ്. ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാൻ 2 കറുവാപ്പട്ട, 3 ഏലയ്ക്ക, 3 ഗ്രാമ്പു, 1 തക്കോലം ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെരിഞ്ചീരകം കൂടി, 1 കതിർപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1/4 കപ്പ് പച്ചമുളകാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ പച്ചമുളക് ഒരു 6 എണ്ണം പറയാനാണെങ്കിൽ 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എല്ലാവരും എരിവൊക്കെ അനുസരിച്ച് ചേർക്കുക. പച്ചമുളക് ചില പച്ചമുളകിന് എരിവുള്ളതാണ്, ചിലതിന് എരിവ് കുറവുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ചേർക്കുക. 1-2 മിനിറ്റ് അതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളിക്ക് പകരമായിട്ട് 4 സബോള എടുത്ത് നീളത്തിൽ അരിഞ്ഞാലും മതി. ഞാൻ പക്ഷേ മുഴുവനും ചുമന്നുള്ളി എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളി എടുത്താലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 4 കപ്പ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 നുള്ളോ 1 ടീസ്പൂണോ എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. ഒരുപാട് ചേർക്കേണ്ട, കാരണം നമ്മൾ ഡക്കിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടില്ല. 1 നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ചുമന്നുള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഡക്കിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഞാനൊരു 1 സ്പൂണും കൂടെ ചേർക്കുവാണ്. കാരണം ഇതിൽ എരിവെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഈ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരേക്ക് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മാറും. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ഡക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ വേറൊരു തവി എടുത്തിട്ട് വരാം. ഇത് വെച്ച് ഇളക്കാൻ പാടാണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 2ാം പാല് ചേർത്ത്
വയ്ക്കാം. പക്ഷെ ഞാനിപ്പം രണ്ടാം പാൽ ചേർക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ ആക്ച്വലി നാളെ രാവിലെ പാലപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ഇത്രയും ചെയ്ത് വെക്കും. ഇത്രയും മീൻസ് ഇനി അടച്ച് ഇത് വേവിച്ച് വെക്കും. അപ്പം എനിക്ക് രാവിലെ ആകുമ്പം ഇതിലേക്ക് പാല് ചേർത്ത് എടുത്താൽ മതി. എളുപ്പമുണ്ട്. രാവിലെ ഞാൻ ഉള്ളി അരിയാനും ഉള്ളിയുടെ തൊലി കളയാനൊക്കെ നിൽക്കുമ്പം മാത്രമല്ല അത് വഴട്ടിയെടുത്ത് വരുമ്പോഴൊക്കെ താമസിക്കും. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോൾ പാല് ചേർത്ത് വേവിച്ച് വെച്ചാൽ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങളിപ്പോൾ അങ്ങനെയല്ല, ഇപ്പം ഉടനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തല്ലോ, ആ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടല്ലോ. നാളെ ഞാൻ കരുതി പാലപ്പം ഡക്ക് കറി ആക്കാമെന്ന്. അങ്ങനെയാകുമ്പോൾ ഞാനിങ്ങനെ വേവിച്ച് വെക്കുമ്പം രാവിലെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്കിന് ഈസി ആയില്ലേ എനിക്ക്. ഇല്ലെങ്കിൽ രാവിലെ കറിയും പാലപ്പവും എല്ലാം കൂടി ഒരുപാട് സമയമാകും. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഇതിൻ്റെ പാലൊക്കെ ചേർക്കേണ്ടതല്ലേ എന്ന് കരുതിയാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്തോളൂ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല എൻ്റെ കയ്യിൽ. രാത്രിയായില്ലേ, പകലായിരുന്നെങ്കിൽ നമുക്ക് പോയി എടുക്കാമായിരുന്നു. കുറച്ചേ ഉള്ളൂ. ഇനി ഇത് ഞാനൊന്ന് അടയ്ക്കുവാണേ. ഇനി ഇത് ഒരു 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം ബാക്കി നോക്കാം കേട്ടോ. ഇപ്പം 3 വിസിൽ വന്നിട്ടില്ല, വെച്ചേക്കുവാണ്. വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി 3 വിസിൽ വന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വെച്ചാൽ മതി. ഒന്നുകൂടെ വെച്ച് 1-2 വിസിലും കൂടെ ആകുമ്പം വെന്തോളും. അതിൽ ടെൻഷനൊന്നും അടിക്കണ്ട. 3 വിസിലാണോ 4 വിസിലാണോ എന്നുള്ളതിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതാ നോക്കൂ, ഞാൻ ഇന്നലെ രാത്രിയിൽ വേവിച്ച് വെച്ചതാണ്. 3 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇത് നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ സ്റ്റൗവിൽ വയ്ക്കാം. കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ 1 ഉരുളക്കിഴങ്ങ് ഒന്ന് ഇതുപോലെ ചെറുതായി കഷ്ണാക്കിയിട്ട് 1 ടീസ്പൂൺ എണ്ണയിലൊന്ന് ചൂടാക്കി ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കണം. 1-ാം പാലല്ല, 2-ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. ഞാനിവിടെ 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഈ 2-ാം പാൽ ഒരു 2.5 കപ്പോളം ഉണ്ട്. അത് ഇത്ര വേണമെന്നൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ആ ഒരു അളവെടുക്കുക. ഞാനിപ്പോൾ അളവ് പറഞ്ഞത് ഇപ്പം തേങ്ങയുടെ പാൽപ്പൊടി ഉണ്ടല്ലോ, അതാ ഉപയോഗിക്കുന്നെങ്കിൽ 2.5 കപ്പ് തേങ്ങാപ്പാലിൻ്റെ പൊടി എടുക്കുക. പാലൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ നിറച്ചുകൊണ്ട് ഞാനൊരു ഉരുളിയിലോട്ട് മാറ്റി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനിഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യത്തെ നമ്മൾ 2-ാം പാൽ ഒഴിച്ച് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഗ്രേവി വയ്ക്കുന്നുണ്ട്, കാരണം പാലപ്പത്തിന് ഗ്രേവി വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് 1 തേങ്ങയുടെ 1-ാം പാലാണ്. ഒരു കപ്പ് 2 കപ്പ് നിറച്ചില്ല, 1.25 കപ്പ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ്. അനുസരിച്ച് ചേർത്താൽ മതി. എരിവുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇവിടെ പാലപ്പം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു.
ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് നല്ല കുറുകി വരുന്ന ടൈമിൽ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അവരുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് കുറുക്കി എടുക്കാവുന്നതാണ്. ഇതാ ഞാൻ ഈ ഒരു ഭാഗത്തിലാണ് ഓഫ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറിയാണിത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി കാണും വരേക്കും ബൈ. താങ്ക് യു.